ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 304 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ സതീഷ് എം.വി. തൃക്കരിപ്പൂറാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീ മിസ് നന്ദനയാണ്. ഭജന പാടുന്നത് നന്ദന തന്നെയാണ്. നന്ദന ഓങ്കാരം 3 പ്രാവശ്യവും സായി ഗായത്രി 3 പ്രാവശ്യവും പറഞ്ഞിട്ട് പറ്റുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് തുടങ്ങിക്കോളൂ. സായിരാം. साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। कूचन्दं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखं वन्दे वाल्मीकि कोकिलम्. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. അധ്യായം 14 വനാന്തരങ്ങളിലേക്ക്. ചക്രവർത്തിയും പിതാവുമായ ദശരഥന്റെ ആജ്ഞപ്രകാരം ശ്രീരാമനും പത്നിയും കൂടെ ലക്ഷ്മണനും 14 വർഷത്തെ വനവാസത്തിനായി പോകാൻ തയ്യാറായിരിക്കുന്നു. പിതാവിലുപരി ചക്രവർത്തിയായ ദശരഥന്റെ ആജ്ഞ അനുസരിക്കാൻ ശ്രീരാമൻ തയ്യാറായിരുന്നു. ശ്രീരാമന്റെ വനവാസ യാത്രയെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. കാൽനടയായി രാമസീത ലക്ഷ്മണന്മാർ പോയതറിഞ്ഞ ദശരഥനിലെ പൃഥ്വിഹൃദയം അവരുടെ കഷ്ടപ്പാടോർത്ത് വിലപിക്കുന്നു. അയോധ്യവാസികളുടെ രാമനോടുള്ള നിസ്വാർത്ഥമായ പ്രേമം ഇവിടെ പ്രകടമാകുന്നു. ഇതിനിടയിൽ ദശരഥനും ഒരു രഥത്തിലേറി അവരെ പിന്തുടരുന്നു. മായാമോഹിതരായ ജനക്കൂട്ടവും ധീരനും വിവേകവശാലിയുമായിട്ടും സാധാരണക്കാരനെ പോലെ പെരുമാറുന്ന ചക്രവർത്തിയും അപ്രതീക്ഷിതമായ ഒരു ആപത് ഘട്ടത്തിൽ എങ്ങനെ പെരുമാറരുത് എന്ന സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. ഒരു മന്ത്രിയുടെ കർത്തവ്യം രാജാവിന്റെ കൽപ്പന അനുസരിക്കലാണ്. അവിടെ വ്യക്തിഗത ബന്ധങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാൻ പാടില്ല. രാഷ്ട്രഭരണം നടത്തുന്നവർക്കുള്ള വ്യക്തമായ സന്ദേശമാണിത്. എന്നാൽ സർവജ്ഞാനായ രാമൻ മായാമോഹവലയത്തിൽപ്പെട്ട എല്ലാവരെയും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് അവർക്ക് ഉപദേശം നൽകുന്നു. രാമന്റെ സ്വഭാവശുദ്ധിയെ ഇവിടെ വെളിപ്പെടുത്തുന്നു. തന്റെ വനവാസം ക്ലേശമില്ലാതെ ഇരിക്കുവാൻ അയോധ്യവാസികളുടെ കർമ്മങ്ങളും ആചാരങ്ങളും സഹായിക്കുമെന്ന് രാമൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. തന്റെ സിംഹാസന ത്യാഗത്തെക്കാൾ ശ്രേഷ്ഠമായി രാമന് തോന്നിയത് ബ്രാഹ്മണ യുവാക്കളുടെ ആത്മാർത്ഥമായ സേവന വിഘ്നതയാണ്. തമസാ നദിയുടെ തീരം വരെ ബഹുദൂരം തന്നെ അനുഗമിച്ച് തളർന്നുറങ്ങുന്ന അയോധ്യ നിവാസികളെ അവരുടെ നന്മയ്ക്കു വേണ്ടി അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് രാമൻ പോകുന്നു. ശൃംഗിവേര പട്ടണത്തിന് സമീപം ഗംഗാ തീരത്ത് എത്തിയ അവർ പുണ്യനദിയായ ഗംഗയെ നമസ്കരിക്കുന്നു. സനാതന സംസ്കാരത്തിൽ നിന്നും അണുവിട പിന്മാറാതെയാണ് രാമൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നിഷാദ രാജാവായ ഗുഹൻ ശ്രീരാമന്റെ സഹപാഠിയാണ്. എങ്കിലും ഗുഹന് രാമനോട് അതിരറ്റ വിനയവും ഭക്തിയുമാണുള്ളത്. ഗുഹൻ തന്റെ രാജ്യം രാമന്റേതാണെന്നും താൻ രാമന്റെ ദാസൻ മാത്രമാണെന്നും പറയുന്നു. പക്ഷേ അച്ഛന്റെ കൽപ്പനയാൽ രാജപുരുഷനായ താൻ ഒരു പട്ടണത്തിലോ നഗരത്തിലോ പ്രവേശിക്കുകയോ താപസർക്ക് വിധിക്കപ്പെട്ട ഭക്ഷണമല്ലാതെ കഴിക്കുകയോ ചെയ്യില്ല എന്ന തന്റെ ദൃഢനിശ്ചയം അറിയിക്കുന്നു. ഏതൊരു സംഭവം ഉണ്ടാകുമ്പോഴും അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായങ്ങൾ ജനങ്ങളുടെ സംസാര വിഷയമാകുമെന്ന പാഠം നമുക്ക് മനസ്സിലാകുന്നു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ധർമ്മത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുകയാണ് നാം ചെയ്യേണ്ടത്. രാമനും കൂട്ടരും നാട്ടിലായാലും കാട്ടിലായാലും സന്ധ്യാവന്ദനത്തിന് മുടക്കം വരുത്തുന്നില്ല എന്നത് എന്നാൽ ചെറിയ കാര്യങ്ങൾ പോലും ഈശ്വരാരാധന മാറ്റിവെക്കുന്ന നമുക്ക് ലഭിക്കുന്ന വലിയ പാഠമാണിത്. ജീവിതത്തിൽ ഈശ്വരന് പ്രഥമ സ്ഥാനം നൽകണം. ഈശ്വരൻ സത്യം, ധർമ്മം, പ്രേമം, ശാന്തി, അഹിംസ എന്നീ ഗുണങ്ങളുടെ മൂർത്തിമത് ഭാവമാണ്. കൃത്യമായുള്ള ഈശ്വരാരാധന നമ്മളിൽ സദ്ഗുണങ്ങൾ നിറയ്ക്കുന്നു.
ഇതിൽ ഗുഹന് ലക്ഷ്മണൻ നൽകുന്ന ഉപദേശവും നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന സംഭവങ്ങൾക്ക് മറ്റൊരാൾ കാരണക്കാരനാവുന്നില്ല. ഒരാളുടെ ഭാഗ്യവും നിർഭാഗ്യവും തീരുമാനിക്കുന്നത് അയാളുടെ കർമ്മങ്ങളാണ്. എന്തിനും ഏതിനും മറ്റുള്ളവരെ കുറ്റക്കാരനായി കാണാനുള്ള പ്രവണത നമുക്കുള്ളതാണ്. ജ്ഞാനം ലഭിച്ച് സത്യസാക്ഷാത്കാരം ലഭിക്കുന്നതുവരെ സ്വയം സൃഷ്ടിക്കുന്ന വ്യാമോഹങ്ങളിൽപ്പെട്ട് മനുഷ്യർ ഉഴലേണ്ടി വരും. രാമൻ അക്ഷോഭ്യനായി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിന് ഉദാഹരണമാണ്. പിന്നീട് സുമന്തരെ രാമൻ മടക്കി അയക്കുന്നു. തോണിക്കാരനായ കേവത്തിന്റെ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ദൃഢത അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനകളിൽ നിന്ന് വ്യക്തമാകുന്നു. പാദരേണുക്കൾ കൊണ്ട് രാമൻ ഒരു കല്ലിനെ സ്ത്രീയാക്കി മാറ്റി എന്ന് കേട്ടിട്ടുള്ളതിനാൽ തന്റെ തോണിയിലെ മരക്കഷ്ണങ്ങൾ രാമന്റെ പാദധൂളിയേറ്റാൽ സ്ത്രീ ആകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതിനാൽ പാദം കഴുകിയതിനു ശേഷം മാത്രമേ രാമനെ തോണിയിൽ കയറ്റുന്നുള്ളൂ. തനിക്ക് കൂലിയായി സ്വർണമോതിരം നൽകിയപ്പോൾ സേവനത്തിലും വലിയ കൂലിയില്ലെന്ന് അദ്ദേഹം പറയുന്നു. സാധാരണക്കാരനായ ഒരു തോണിക്കാരനെ ഉത്തമ ഭക്തി എത്ര ഉദാരനും ചിത്തശുദ്ധിയുമുള്ളവനും ആക്കുന്നു എന്ന് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നു. ഗംഗ, യമുന, സരസ്വതി സംഗമ സ്ഥാനമായ പ്രയാഗിയിൽ കുളിച്ച് ആ പുണ്യ നദികളെ നമസ്കരിച്ച് അവർ യാത്ര തുടരുന്നു. അവരുടെ സനാതന ധർമ്മത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് ഇവിടെ കാണാം. ജയ് സായിരാം. സായിരാം, നന്ദനയ്ക്ക് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല അമ്മേ. ആ, ഒരനുഭവം ഇല്ല. ആലോചിച്ചില്ല അതിനെ പറ്റി അല്ലേ? എനിക്കൊരു സായിരാം, നാമസ്മരണേന്റെ അപ്പൊ ഒരു നമുക്ക് അനുഭവം ഉണ്ട്, അത് പറയട്ടെ. പറഞ്ഞോളൂ. ഞാൻ രചില വടകര സമിതിയില. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ പോവാ. അപ്പൊ പിന്നെ 4 നായ്ക്കള് ഉള്ള ഒരു സ്ഥലത്ത് ഞാൻ എത്തിപ്പെട്ട്. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പെട്ടെന്ന് കൊട കയ്യിലുണ്ടേനും, കൊട ഇങ്ങനെ പിടിച്ച് കുലുക്കും. അപ്പം നായ എന്ത് പണിയെടുക്കൂ, 2 ഓടും, പിന്നെ മറ്റേ 2 പിന്നെ ഓടും. ലാസ്റ്റ് 4 കൂടി ഓടി. എനക്കൊരു രക്ഷയില്ല. എനക്കാ ഊരവേദനയിലുള്ള ആളുവാ. മാക്സിമം സ്പീഡില് ഓടി ഞാൻ. രക്ഷയില്ലാന്ന് തോന്നിയേരം നിന്നിട്ട് സായിരാം എന്ന് പറഞ്ഞ് 4 നായ്ക്കൾ ഒരൊറ്റ നിക്കല്. അപ്പാട് പിന്നെ എന്റെ പിന്നാലെ വരാണ്ട് വേറെ ഒരാൾ മാത്രം പോകുന്നൊരു വഴിയുണ്ടേനു. അതിലെന്നെ 4 പോയി. എന്തോ ഒരു ഭയങ്കര അനുഭവം അത്. സായിരാം, സായിരാം. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? പിന്നെ ഞാൻ പറയട്ടെ 2 വാക്ക്. കൽസലേച്ചി, ഞാൻ 2 വാക്ക് പറയട്ടെ എന്ന് ചോദിക്കുക. ആരാണ്? രചില തന്നെയാണ്. പറഞ്ഞോളൂ. ഞാൻ സ്വാമിയിൽ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാല് എൻ്റെ അച്ഛൻ ഒരു വൈദ്യരാണ്. ഒരു ആയുർവേദ ഷോപ്പ് നടത്തുന്ന. അപ്പൊ ഒരു ഉണ്ണിസ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ അച്ഛനെ കണ്ടുമുട്ടി. അങ്ങനെ അച്ഛനും അവരും തമ്മിലുള്ളൊരു ബന്ധം കൊണ്ട് വീട്ടില് വരൂ. അമ്മ അപ്പൊ അച്ഛൻ്റെ കൂടെ വന്നിട്ട് താമസിക്കും, എല്ലാം ചെയ്യും. കുറച്ച് ദിവസം എല്ലാം നിന്നിട്ടാ പോവുക. അപ്പോ ഞാൻ ഭഗവാന്റെ അടുത്ത് എത്തേണ്ട ഒരു ഇതാ. അപ്പൊ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, ഉണ്ണിസ്വാമി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ്. ഓർക്കെന്തോ പുട്ടവർത്തിക്ക് പോകണം സേവാദളായിട്ട് എന്ന് പറഞ്ഞ്. അന്ന് ഞാൻ എന്ന് പറഞ്ഞാല് പല പ്രശ്നങ്ങളുണ്ട്. മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട്, സാമ്പത്തികമായി അല്ല ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമുണ്ട്, സാമ്പത്തികമല്ലേ ഉണ്ട്. എൻ്റെ ഏട്ടൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വരൂന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അങ്ങനെ വരൂല. ചിലപ്പം വരും, ചിലപ്പോ അങ്ങനെയുള്ള ഒരു മനുഷ്യനാ. അപ്പൊ പിന്നെ ഞാനെന്ത് പണിയെടുത്ത് ഒരു കത്തെഴുതി അവിടെ വെച്ച്. അപ്പം പെട്ടെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞ്, നീ പിന്നെ നമുക്ക് ഉണ്ണിസ്വാമിന്റെ വീട്ടിൽ പോവുക. അതിന്റെ അടുത്തുണ്ട് നടുവത്തൂർ അമ്പലം, നമ്മളെ അടുത്ത പിന്നെ നമ്പൂരിയാണ് നമ്മളെ കല്യാണം എല്ലാം നടത്തിയ. അവിടെ ഉത്സവാന്ന് പറഞ്ഞ്. അപ്പൊ
ഞാനെന്ത് വിചാരിച്ചു ഓറ് വരാന്ന് പറഞ്ഞാ പിന്നെ ഉണ്ടോ വരുന്നേ, എന്തായാലും എഴുതി വെച്ചല്ലേ ഈ കത്തങ്ങ് എടുക്കാന്ന് വിചാരിച്ച് ഞാൻ ഈ കത്തും എടുത്ത് ഞാനും അമ്മയും എന്റെ ചെറിയ മോളും പോയി നോക്കുമ്പോ ഉണ്ണിസ്വാമി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നാളെ പോകേണ്ട എല്ലാ ഡ്രസ്സും സേവാദളായിട്ട് പോകേണ്ട എല്ലാം എടുത്തു വെക്കുന്നു. അപ്പൊ ഞാൻ ഈ കത്ത് ഓറ കയ്യിൽ കൊടുത്ത് ഓറ് പറഞ്ഞ് എനിക്ക് പാദനമസ്കാരം കിട്ടിയെങ്കിൽ ഞാൻ കൊടുക്കൂന്ന് പറഞ്ഞ്. അപ്പൊ പിന്നെ ഞാന് ഇതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ചിന്തിക്കൂ. ഓർ കൊടുത്ത ദിവസാന്ന് തോന്നുന്നു എനിക്കൊരു അനുഭവം ഉണ്ടായി. ഉണ്ണിസ്വാമി അച്ഛന്റെ കൂടെ വരുമ്പോലെ തന്നെ സത്യസായിബാബ അച്ഛന്റെ കൂടെ വന്ന് എന്നിട്ട് വീട്ടില് അപ്പൊ കോനാലത്തല്ല ഇങ്ങനെ നിന്ന് അപ്പൊ എന്റെ കണ്ട് അന്നേരം തലയിൽ കൈയെല്ലാം വെച്ച് അനുഗ്രഹിച്ചിട്ട് പോയി. അപ്പോ ആ ഉണ്ണിസ്വാമി ഇടക്ക് വരും എന്ന് പറഞ്ഞാല് പിന്നെ വരൂല. പിന്നെ കുറെ കാലം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞാ വന്ന്. അന്ന് എനിക്ക് എന്ത് കിട്ടീന്, പുട്ടവർത്തി പോവുക എന്റെ ഭർത്താവിന്റെ എന്റെ അച്ഛൻ്റെ എല്ലാം സമ്മതം കിട്ടീന്. അന്നാണ് ആ ഉണ്ണിസ്വാമി വന്നത്. അപ്പൊ ഞങ്ങക്ക് പുട്ടവർത്തി പോവാനായി, സ്വാമിനെ കാണാനും എല്ലാം പറ്റി. എന്നിട്ടും ഇതിങ്ങനെ ഇതായിട്ട് എനിക്ക് ഇടക്കൊരു സംശയം ഉണ്ടാവും. ഇവർ കത്ത് അരിയത്തെത്തിയപ്പോ എന്താ ചോദിച്ചാല് ഇവരോടെല്ലാം മറന്നുപോയുമല്ലോ സ്വാമിനെ കണ്ടേരം. അന്നേരം ഇവർ പോക്കറ്റില് വെച്ചിന്. അപ്പൊ അവരോട് പറഞ്ഞു അന്ത ഷീട്ട് താന്നും പറഞ്ഞിട്ട് വാങ്ങിന്ന് പറഞ്ഞ്. അപ്പൊ ഞാനൊരു ദിവസം ഇങ്ങനെ ഇതാക്കുമ്പോ കുറെ കഴിഞ്ഞേരം പിന്നെ എനിക്ക് സ്വപ്ന ദർശന കുറെ ആളുണ്ട്, കുട്ടികളെല്ലാം ഉള്ളത്. അതിന്റെ ഇടയിൽ കുട്ടികൾ ഇങ്ങനെ കത്ത് സ്വാമിക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ഓരോന്ന് വായിച്ചങ്ങ് വെക്കുമ്പോ രജില എന്ന് പറഞ്ഞേരം പിന്നെ കത്ത് ഇങ്ങെടുക്കെന്ന് പറഞ്ഞ്. അപ്പോഴ് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് സ്വാമി പോയി. പിന്നെ എൻ്റെ മോള് പുട്ടവർത്തി പോയിരുന്നു. അന്നേരം കത്തെല്ലാം കൊടുത്ത് അപ്പൊ എനിക്ക് പാദ നമസ്കാരം തരാനെല്ലാം ഞാൻ പറഞ്ഞിനേനു. അപ്പൊ പിന്നെ കത്തിലെഴുതീന്. പക്ഷെ സ്വാമി 86 വയസ്സ്, നമ്മള് 90 അല്ലേ വിചാരിച്ച. എന്തായാലും ഒന്ന് സ്വാമീനെ പോയി കാണണം എന്നെല്ലാം വിചാരിച്ചതാ. പക്ഷെ സ്വാമി പോകുന്നതിന്റെ കുറച്ച് മുന്നേ എനിക്ക് സ്വപ്നത്തിൽ വന്നിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞ് വന്ന് പാദ നമസ്കാരം എടുത്തോന്ന് പറഞ്ഞ് പിന്നെ പോയി. ഇപ്പൊ ഞാൻ അങ്ങനെ സ്വപ്നം കാണുന്നില്ല. അന്ന് പിന്നെ ചോറോടായോണ്ട് ഇടക്കിടക്ക് ഇവിടെ പോകും ഞാൻ സമിതിയിൽ. ഇപ്പം ഇവിടുന്ന് ആയോണ്ട് എനിക്ക് എൻ്റെ ആരോഗ്യ പ്രശ്നമെല്ലാം വെച്ചിട്ടും പോകാൻ ആവില്ല. എന്നാ സായിരാം. വളരെ നല്ല അനുഭവങ്ങളാണ്. താങ്ക് യു സോ മച്ച്. ഇനി ഭഗവാന്റെ വെച്ചോളൂ സായിരാം. ഓക്കെ സാർ. ఇన్ని అవస్థలు ఎందుకోసం పడ్డాను? Why should they suffer? ఈ యొక్క లంకకు దీని సముద్రానికంతా వంతెన ఎందుకు కట్టించాను? Why should they construct the bridge across the ocean? కదా. Is it for నీ peace? సత్యం నాకు తెలుసును. I know this truth. నీ పవిత్రత నాకు తెలుసును. I know your sanctity. కానీ లోకులో కాకులు. But people are crows. అప్పుడు చెప్పింది ఈ యొక్క సీత చక్కని మాట. Then Sita said nicely. కాకులు కూతలు కూస్తున్నాయని కోకిల తన గానము తాను మానుకుంటుందా రామా? Because crows, they go on crowing. Will nightingale ever keep quiet? లోకులో కాకులు, వాళ్ళు కాకుల మాదిరి కూస్తున్నారు. People are like crows, they go on కానీ crying like నీవు that. కోకిలవు కదా, నీవు కూడా నువ్వు దానికోసం భయపడటం ఎందుకు? But you are a nightingale. Why should you be afraid of this situation? అందరు కూడా నువ్వు విభీషణుడు వీరందరూ కూడా సత్యం 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 అన్నారు. Vibhishana, everybody said it is truth and truth. తనలోని దోషములు తనకు కనిపించవు. You don't know your own mistakes. పరులోని దోషములే పెద్దగా కనిపిస్తుంటాయి. But you find mistakes in others. In a కానీ big way. రాముడు కాదు. రాములో ఆ దోషం కూడా లేదు. Rama has no mistake at all. కానీ ఆదర్శాన్ని ప్రజలకు అందించాలి. But the ideal has to be demonstrated to the society. అందువల్ల ఆమె అగ్నిలో ప్రవేశింపజేసేటప్పటికి అగ్ని కూడా చల్లారింది. The moment Sita jumped in ఆ the అగ్నిదేవుడే fire, వచ్చి is రాములకు extinguished. చెప్పాడు. The god of fire మహా appeared. పవిత్రమైనటువంటి వనిత ఈ యొక్క సీతాదేవి. Sita Devi is highly sacred. సాక్షాత్ లక్ష్మీదేవి. She is very embodiment of Lakshmi. రహితమైనటువంటి హృదయురాలు. She has got కలుషరహితమైన compassion. She has got very pure heart. అని ప్రబోధించేటప్పటికి అప్పుడు సీతను తీసుకున్నాడు. Then he accepted Sita.
സായിരാം, നന്ദന ഭജന പാടിക്കോളൂ. ദയാ സാഗര രാമ ദശരഥ നന്ദന രാമ ദയാ സാഗര രാമ രഘുകുല തിലക രാമ സത്യ സായി ശ്രീ പരന്താമ രഘുകുല തിലക രാമ സത്യ സായി ശ്രീ പരന്താമ ദശരഥ നന്ദന രാമ ദയാ സാഗര രാമ അഹല്യോദ്ധാരക രാമ ശ്യാമ വിമോചന രാമ അഹല്യോദ്ധാരക രാമ ശ്യാമ വിമോചന രാമ ಶಿರಡಿ ಪುರೀಶ ರಾಮ ಪುಟ್ಟಪರ್ತಿಪುರಿ ಪರಂಧಾಮ ಶಿರಡಿ ಪುರೀಶ ರಾಮ ಪುಟ್ಟಪರ್ತಿಪುರಿ ಪರಂಧಾಮ ದಶರಥ ನಂದನ ರಾಮ ದಯ ಸಾಗರ ರಾಮ ರಘುಕುಲ ತಿಲಕ ರಾಮ ಸತ್ಯ ಸಾಯಿ ಶ್ರೀ ಪರಂಧಾಮ ದಶರಥ ನಂದನ ರಾಮ ದಯ ಸಾಗರ ರಾಮ ಅಹಲ್ಯೋದ್ಧಾರಕ ರಾಮ ಶ್ಯಾಮ ವಿಮೋಚನ ರಾಮ ಶಿರಡಿ ಪುರೀಶ ರಾಮ ಪುಟ್ಟಪರ್ತಿಪುರಿ ಪರಂಧಾಮ ಶಿರಡಿ ಪುರೀಶ ರಾಮ ಪುಟ್ಟಪರ್ತಿಪುರಿ ಪರಂಧಾಮ ദശരഥ നന്ദന. നന്ദന, ഒരു മിനിറ്റ് ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂ, ആരാണെന്ന് കാണാൻ. സൈറാം, സൈറാം നന്നായിട്ട് പാടി കേട്ടോ ഭജന. വെരി നൈസ്, നന്നായിരുന്നു കേട്ടോ. ഗുഡ്, താങ്ക് യു സോ മച്ച് സൈറാം. അപ്പൊ നമുക്ക് തത്വത്തിലേക്ക് കടക്കാം, വനാന്തരങ്ങളിലേക്ക്. സീതാരാമ ലക്ഷ്മണന്മാരുടെ കഷ്ടപ്പാടോർത്ത് ദശരഥൻ എന്റെ പ്രതിഹൃദയം വിഹ്വലമാകുന്നു. തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ പോലും അച്ഛനമ്മമാർ സഹിക്കും. പക്ഷേ കുട്ടികളുടെ കഷ്ടപ്പാടുകൾ അവരെ ദുഃഖിതരാക്കുന്നു എന്ന വസ്തുതയാണ് നാം ഇവിടെ കാണുന്നത്. ഇന്നും മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് സങ്കടം ഉണ്ടാകുന്നത്. അവരവരുടേത് അവരവർ സഹിക്കും, അല്ലെ? ആ ദുഃഖത്തിന്റെ തീവ്രതയിൽ സ്ഥലം മറന്ന് സ്വയം മറന്ന് ദശരഥൻ തന്റെ വിവേകവും ധൈര്യവും എല്ലാം നഷ്ടപ്പെട്ട ആളായി മാറുന്നു. അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് നാം ചിന്തിക്കണം. മന്ത്രിയുടെ കർത്തവ്യം രാജഭരണത്തിൽ രാജാവിനെ അനുസരിക്കലാണെന്നും വ്യക്തിഗതമായ താല്പര്യങ്ങൾക്ക് രണ്ടാമത്തെ സ്ഥാനമേ കൊടുക്കാവൂ എന്ന സന്ദേശം ശ്രീരാമൻ സുമന്തർക്ക് നൽകുന്നു. ആ ഉപദേശത്തിലൂടെ അത് ലോകത്തിലെ എല്ലാ ഭരണാധികാരികൾക്കും മന്ത്രിമാർക്കും നൽകുന്ന ഒരു ഉപദേശം തന്നെയാണ്. പ്രജാവത്സരനായ ശ്രീരാമൻ അവരെ ആശ്വസിപ്പിക്കുകയും തൻ്റെ വനവാസം സുഖകരമാകണമെങ്കിൽ അവർ തങ്ങളുടെ കർത്തവ്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടതെന്നും പറയുന്നു. തൻ്റെ സുഹൃത്തുക്കളായാൽ സ്വരാജ്യം ഭരിക്കാമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഗുഹൻ ആവശ്യപ്പെടുമ്പോൾ അച്ഛന്റെ ആജ്ഞ അനുസരിക്കൽ നിന്നും അണുവിട പോലും പിന്മാറുകയില്ലെന്ന ദൃഢനിശ്ചയം ശ്രീരാമൻ അറിയിക്കുന്നു. മാത്രവുമല്ല, വനവാസക്കാലത്ത് ഗ്രാമങ്ങളിൽ പോലും പ്രവേശിക്കുകയോ ഭക്ഷണപദാർത്ഥങ്ങൾ സ്വീകരിക്കുകയോ ഇല്ലെന്നും താൻ വനത്തിൽ കിട്ടുന്ന ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ എന്നും ശ്രീരാമൻ അറിയിക്കുന്നു. നാട്ടിലായാലും കാട്ടിലായാലും സന്ധ്യാവന്ദനത്തിന് മുടക്കം വരുത്താതെ ജീവിതത്തിൽ ഈശ്വരന് പ്രഥമ സ്ഥാനം നൽകണമെന്ന സന്ദേശം രാമൻ നൽകുന്നു.
ജീവിതത്തിൽ ഓരോരുത്തരും അനുഭവിക്കുന്നത് അവരവരുടെ കർമ്മഫലങ്ങൾ മാത്രമാണ്. അതിന് മറ്റൊരാളെ കുറ്റം പറയുന്നത് ശരിയല്ല. കർമ്മഫലങ്ങളുടെ പാശത്താൽ ബന്ധിക്കപ്പെട്ടവരാണ് ഒരേ കുടുംബത്തിൽ തന്നെ ജനിക്കുന്നതും ഓരോരുത്തരെയും കണ്ടുമുട്ടുന്നതും. കണ്ടുമുട്ടലുകളൊന്നും ഒരിക്കലും യാദൃശ്ചികമല്ല, നേരത്തെ തന്നെ കർമ്മഫലത്താൽ തീരുമാനിക്കപ്പെട്ടവയാണ്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിനെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ തന്നെ കർമ്മഫലങ്ങളാണ്. തലയിലെഴുത്ത് എന്ന് നാം പറയുന്നത് അതുതന്നെയാണ്. നാം ഓരോരുത്തരും നയിക്കുന്നത് വിധി എന്ന് നാം പറയുന്ന ആ കർമ്മഫലങ്ങളെയാണ്. കേവത്ത് എന്ന സാധാരണ ഒരു തോണിക്കാരന്റെ ഭക്തിയും വിശ്വാസവും വിവേകവും അയാളുടെ വാക്കുകളിൽ തെളിയുന്നു. സനാതന സംസ്കാരത്തിന്റെ ആദർശങ്ങൾ ഭാരതത്തിൽ ജനിക്കുന്ന ഓരോരുത്തരിലും സഹജമായി തന്നെ ഉണ്ടാകുന്നു എന്നാണ് കേവലം ഒരു തോണിക്കാരൻ മാത്രമായിരുന്ന, അതായത് ശരിയായ വിദ്യാഭ്യാസം ഒന്നും ലഭിക്കാതിരുന്ന ഒരു സാധാരണക്കാരന് പോലും ഭാരതത്തിന്റെ ആദർശങ്ങൾ സ്വാഭാവികമായി തന്നെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ഭാരതത്തിൽ ഒരു പുഴുവായി ജനിക്കുന്നത് പോലും പുണ്യമാണ് എന്ന്. കാരണം ഇവിടുത്തെ മണ്ണിന്റെ, ഇവിടുത്തെ സംസ്കാരത്തിന്റെ എല്ലാം തന്നെ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഈശ്വരന് പ്രഥമസ്ഥാനം നൽകുകയും സർവചരാചരങ്ങളിലും ഈശ്വര സാന്നിധ്യം എല്ലാത്തിനെയും ആരാധിക്കുകയും ചെയ്യുന്ന സംസ്കാരമാണ് ഭാരതത്തിൻ്റെത്. അതുകൊണ്ടാണ് സാധാരണക്കാരനും വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടുള്ളവർക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ സംസ്കാരത്തെ പറ്റി സംസാരിക്കുവാൻ കഴിയുന്നത്. സംസാര സാഗരം കടത്തുന്ന തോണിക്കാരനായ ശ്രീരാമൻ കൂലിയൊന്നും വാങ്ങുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കേവത്ത് സീതാദേവി നൽകുന്ന മോതിരം സ്വീകരിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. സേവനത്തിന്റെ ഫലം സേവനം തന്നെയാണ്. സേവനത്തിന്റെ ഫലസിദ്ധി എന്ന് പറയുന്നത് സേവനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആനന്ദം മാത്രമാണ്. ഗംഗാ, സരസ്വതി, യമുന നദികളുടെ സംഗമസ്ഥാനമായ പ്രയാഗ ത്രേതായുഗത്തിൽ പോലും പുണ്യനദികളായി കരുതപ്പെട്ടിരുന്നുവെന്നും എത്ര ശ്രേഷ്ഠമായ ഒരു സംസ്കാരത്തിന് ഉടമകളാണ് നാം എന്നും മനസ്സിലാക്കേണ്ടത് ഈ അധ്യായത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. സായിരാം. ക്വിസാണ്. സുമന്ത്രർ രഥത്തിൽ രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ എന്തുണ്ടായി? കേട്ടില്ലേ ആരും? അയോധ്യവാസികളെല്ലാം കൂടെ പോയി. അയോധ്യയിലെ ആബാലവൃത്തം ജനങ്ങളും പേരിന്റെ പിന്നാലെ പോയി. ദശരഥ മഹാരാജാവ് എന്ത് ചെയ്തു? രാജാവും സുമന്ത്രരോട് പറഞ്ഞു കൂടെ പോവാനും സീതയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരാനുമായിട്ട്. അതിനുശേഷം ഒരു രഥത്തിൽ കയറി അദ്ദേഹം അനുഗമിക്കും. പുറകെ പോകും. രഥം നിർത്താമെന്ന് സുമന്ത്ര, അപ്പൊ ദശരഥ മഹാരാജാവ് പുറകെ ഇങ്ങനെ രഥത്തിൽ അലമുറയിട്ട് വരുന്നത് കാണുമ്പോ സുമന്ത്രയുടെ മനസ്സലിയും. അപ്പൊ സുമന്ത്രർ പറയും നമുക്ക് രഥം ഒന്ന് നിർത്താം, രാജാവ് ഇതാ പുറകെ വരുന്നു. അപ്പൊ രാമൻ എന്താണ് വിലക്കിയത്? ദശരഥൻ അച്ഛന്റെ സ്ഥാനം ചക്രവർത്തി പറയുന്നത് അനുസരിക്കണം എന്നുള്ള. അതല്ല, രഥം നിർത്തിയാല് ഇപ്പൊ രാമന്റെ രഥം രാമൻ നിർത്തുകയാണെങ്കില് ദശരഥ മഹാരാജാവിനും കൂടെ വരുന്ന ജനങ്ങൾക്കും ഒരു പ്രത്യാശ ഉണ്ടാകും, രാമൻ തിരികെ വരാൻ പോവുകയാണ്, അതുകൊണ്ടാണ് രഥം നിർത്തിയത്. അപ്പൊ രാമൻ തിരികെ വരാനുള്ള ഒരു ഭാവമില്ലല്ലോ, അതുകൊണ്ട് അവർക്കത് കൂടുതൽ വേദനാജനകമാകും. അത് മനസ്സിലാക്കിയിട്ടാണ് രാമൻ സുമന്ത്രരെ വിലക്കിയിട്ട് തേര് വേഗത്തിൽ ഓടിക്കാൻ പറയുന്നത്. സുമന്ത്രർ താർ എങ്ങനെ രാജാവിനെ നേരിടണമെന്ന് ചോദിച്ചപ്പോൾ രാമൻ എന്താണ് മറുപടി പറഞ്ഞത്? സുമന്ത്രർ പറയും ഞാൻ പോകുന്നില്ല, ഞാനും കൂടെ ഇവിടെ തന്നെ അങ്ങയുടെ കൂടെ വരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ശ്രീരാമൻ എന്താണ് പറഞ്ഞത്? രാജാവാണ് കൽപ്പിച്ചത്, അല്ലാതെ ദശരഥനല്ല. അതെ അതെ, രാജാവിന്റെ കൽപ്പന അനുസരിച്ചാൽ മതി. അതാണ്. അതെ അതെ അതെ, കറക്റ്റ് ആണ്.
അതായത് ഒന്നാമത് സുമന്ത്രരോട് രാജാവ് എന്താണ് കൽപ്പിച്ചത്? കാട്ടിൽ പോകാവുന്നിടത്തോളം ദൂരം വരെ, അതായത് രഥം എത്ര ദൂരം പോകുമോ അത്രയും ദൂരം വരെ രഥത്തിൽ കൊണ്ടാക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ രഥം പോവില്ല, കൊടുങ്കാടല്ലേ. അതാണ് ചക്രവർത്തി പറഞ്ഞത്. അതുകൊണ്ട് ചക്രവർത്തിയുടെ കൽപ്പനയാണ് അനുസരിക്കേണ്ടത്, ദശരഥൻ എന്ന വ്യക്തിയെ അല്ല. പ്രധാനമന്ത്രിയുടെ ധർമ്മം, സുമന്ത്രനും ദശരഥനും വലിയ ഫ്രണ്ട്സാണ്. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് അല്ല ഇവിടെ അംഗീകരിക്കേണ്ടത്. ദശരഥൻ ചക്രവർത്തിയും സുമന്ത്ര മന്ത്രിയുമാണ്. ആ സ്ഥാനത്തിനാണ് പ്രധാനം നൽകേണ്ടത്. ഇവിടെ നമുക്ക് വലിയൊരു സന്ദേശമാണുള്ളത്. നമ്മളെല്ലാവരും സ്ഥാനമാനങ്ങളെക്കാളും വ്യക്തിഗതമായ കാര്യങ്ങളിലേക്ക് ഇടപെടും, എന്നിട്ട് നമ്മൾ പ്രതികരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓരോ സ്ഥാനത്തിനും അതിൻ്റെതായ കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും മഹിമയുമുണ്ട്. അതൊക്കെ നമ്മൾ പാലിക്കണം എന്നാണ് ഇവിടെ നൽകുന്ന സന്ദേശം. ശ്രീരാമനും പിന്തുടർന്ന പ്രജകളും എവിടെയാണ് ആദ്യം എത്തിയത്? തമസാ നദീതീരം. തമസാ നദീതീരം. തമസാ നദിയുടെ തീരത്ത്. ജനങ്ങൾ ഗാഠനിദ്രയിലായപ്പോൾ രാമൻ എന്ത് പറഞ്ഞു? പെട്ടെന്ന് രഥം അവരുണരുന്നതിന് മുമ്പ് പോകാൻ, ഇവരെ ഉറക്ക് ഉണരുന്നതിന് മുന്നേ തന്നെ പോകാൻ വേണ്ടിയിട്ട് സുമന്ത്രരോട് പറഞ്ഞു. അതിന് കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞു. അവർ ഉണരുമ്പോ രഥത്തിന്റെ പാട് നോക്കും. അതുകൊണ്ട് കുറച്ചു ദൂരം അയോധ്യയിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വിടണം. അപ്പൊ അവർക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എങ്ങോട്ടാണ് രഥം പോയത്. അത് എത്രമാത്രം കെയർഫുൾ ആണ്, എത്രമാത്രം പ്രജകളെ പറ്റിയുള്ള കെയറിങ്, ശ്രീരാമന്റെ മനസ്സിലുള്ള ആ ഒരു കരുതലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആത്മഹത്യയെ പറ്റി പോലും ചിന്തിച്ച പ്രജകൾക്ക് എങ്ങനെയാണ് ബോധോദയം ഉണ്ടാകുന്നത്? അവര് ശ്രീരാമൻ പോയാൽ ഞങ്ങൾക്ക് ജീവിച്ചിരിക്കണ്ടെന്ന് പോലും ചിന്തിച്ചവരാണ്. അപ്പൊ നിങ്ങള് നല്ല രീതിയില് രാമനെ തന്നെ വിചാരിച്ച് ജീവിച്ചാൽ എനിക്ക് കാട്ടിലെ ജീവിതം സുഖകരമാകുമെന്നും 14 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമെന്നും പറയുന്നു. അതെ, മാത്രമല്ല ശ്രീരാമൻ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങളുടെ ഉള്ളിലെ ആത്മാവ് രാമൻ, അവർക്ക് ആത്മജ്ഞാനം ഉണ്ടാവുകയാണ്, ബോധോദയം ഉണ്ടാവുകയാണ് അവർക്ക്. അതായത് രാമൻ തന്നെയാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത്. അതുകൊണ്ട് ആത്മഹത്യയെ പറ്റി ചിന്തിച്ചാൽ രാമനെ വധിക്കുന്നതിന് സമമാവും. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ നമ്മൾ തന്നെ കൊല്ലുന്നതിന് സമമാണ് ആത്മഹത്യ. അതുകൊണ്ടാണ് അവർ ആത്മഹത്യ വേണ്ടെന്ന് വെച്ചത്. ലക്ഷ്മണന്മാർ ആദ്യം എത്തിയത് എവിടെയാണ്? തമസാ നദി തീരത്തിന് ശേഷം അതെ, ഗുഹന്റെ പട്ടണത്തിന്റെ പേര് ശൃംഗിവേരം. നിഷാദ രാജാവായിരുന്നു ഗുഹൻ. നിഷാദം എന്ന് വെച്ചാല് പിന്നെ മീൻപിടുത്തം, വേട്ട, അതൊക്കെയാണ് അവരുടെ ജോലി. നിഷാദന്മാരുടെ അവര് നദിയുമായിട്ടാണ് അവരുടെ സംബന്ധം. അത് ഗംഗാ നദിയാണല്ലോ അടുത്തുള്ളത്. ഗംഗാ നദിയിലാണ് അവരുടെ ജീവിതത്തിന്റെ ഇതുള്ളത്. അത് നിഷാദ രാജ്യത്തിന്റെ രാജാവായിരുന്നു ഗുഹൻ. അപ്പൊ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്, സുഹൃത്തുക്കളാണ് രാമനും ഗുഹനും. ശൃംഗിവേരാധിപൻ ആരാണ്? ഗുഹൻ. തന്റെ രാജ്യവും പ്രജകളും അങ്ങയുടേതാണ് എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമന്റെ മറുപടി എന്തായിരുന്നു? അതെ, അതിനെന്താണ് കാരണം എന്ന് വെച്ചാല് പിതാവിന്റെ കൽപ്പന അനുസരിച്ച് രാജ്യഭ്രഷ്ടനാക്കുകയാണ്. രാജ്യത്തിൽ നിന്നും പുറത്ത് നാടുകടത്തുകയാണ്. നാടുകടത്തിയ ഒരാൾ നാട്ടിലൊന്നും പ്രവേശിക്കാൻ പാടില്ല, കാട്ടിൽ മാത്രമേ വസിക്കാൻ പാടൂ. ആ രാജഭ്രഷ്ടനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഗുഹന്റെ വർഗത്തെ പറ്റി എന്താണ് പേര്? ഗുഹന്റെ വർഗത്തിന്റെ പേര് നിഷാദവർഗം. അതെ, നിഷാദവർഗം. ഗുഹൻ രാമസീത ലക്ഷ്മണന്മാരെ എങ്ങോട്ടാണ് നയിച്ചത്? അവർക്ക് ഇരിക്കാൻ ഒരു സ്ഥലം വേണം. ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിലായിരുന്നു?
അതെ. അരയാൽ രാമനും സീതയും വൃക്ഷത്തിന്റെ രാമനും സീതയും ഉറങ്ങിക്കിടക്കുമ്പോ ലക്ഷ്മണൻ എന്ത് ചെയ്തു? വീരാസനത്തിൽ ഇരുന്ന് ജാഗ്രതയോടെ നോക്കിയിരുന്നു. കാവൽ നിന്ന്. കറക്റ്റ് സൈറാം. ലക്ഷ്മണൻ ഗുഹന് നൽകിയ ഉപദേശം എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ. ഒരാൾക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് അന്യർ മൂലമല്ല, വഴിയല്ല, ഓരോരുത്തരുടെയും കർമ്മങ്ങൾ മൂലമോ പരമമായ ഇച്ഛയുടെയോ തീരുമാനത്തിന്റെയോ പ്രേരണ മൂലമോ ആണ്. ജന്മമെടുക്കുന്നത് ഈ ലോകം സ്വപ്ന സദൃശം അയഥാർത്ഥമാണെന്ന് മനസ്സിലാക്കണം. രാമനിലെ സുഖവും ദുഃഖവും എല്ലാം കാണുന്നവരുടെ മാനസികാവസ്ഥയാണ്. രാമന് സുഖവും ദുഃഖവും ഒന്നുമില്ല. രാമനിലെ സുഖവും ദുഃഖവും ഉണ്ടെന്ന് നമ്മളാണ് കാണുന്നവരാണ് തീരുമാനിക്കുന്നത്. രാമൻ ഇതിനൊക്കെ അതീതനാണ്. തലമുടിയിലെ ജട കെട്ടുവാൻ എന്താണ് ഉപയോഗിച്ചത്? അത്തിവൃക്ഷത്തിന്റെ കറക്റ്റ് പറഞ്ഞോളൂ. അത്തിവൃക്ഷത്തിന്റെ പാല്. അത്തിവൃക്ഷത്തിന്റെ നീര്, പാല്. സീത രാമന്റെ ഒപ്പം ഉണ്ടാകണമെന്ന് സ്ഥാപിക്കാൻ എന്ത് ഉപമയാണ് ഉപയോഗിച്ചത്? അത് സൂര്യരശ്മി നിഴല് കൊടുത്ത് തന്നെ എന്നുള്ളതും. നിഴൽ അതെ. നിഴൽ അതിന്റെ ആധാര വസ്തു, അതായത് ഒരു വസ്തുവിന്റെ നിഴൽ ആ വസ്തുവിൽ നിന്നും വേർപിരിക്കാൻ പറ്റില്ലല്ലോ. സൂര്യനിൽ നിന്നും അകന്ന് സൂര്യരശ്മികൾക്ക് അസ്തിത്വമില്ല. ചന്ദ്രനിൽ നിന്നും അകന്ന് ചന്ദ്രികയില്ല. അതുപോലെ സീതയാകുന്ന നിഴലിന് രാമനാകുന്ന വസ്തുവിനെ വിട്ടു നിൽക്കുവാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ തോണിക്കാരന്റെ പേരെന്തായിരുന്നു? അതെ. രാമൻ തോണിയിൽ കയറുന്നതിന് മുമ്പ് പാദങ്ങൾ കഴുകണമെന്ന് കേവത്ത് നിർബന്ധിച്ചത് എന്തുകൊണ്ടാണ്? അഹല്യന്റെ പാറക്കഷ്ണം തൊട്ടപ്പോ പാദസ്പർശം വന്നപ്പോ പെണ്ണായി മാറിയല്ലോ, സ്ത്രീയായി മാറി. അപ്പൊ തോണിക്കാരന്റെ തോണിയിലെ അനേകം മരകഷ്ണം ഉണ്ടല്ലോ, മരകഷ്ണെല്ലാം സ്ത്രീയായി മാറുമ്പോ ഭയങ്കര. നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? കേവത്തിന്റെ ഏത് സ്വഭാവമാണ് മനസ്സിലാവുന്നത്? ഭാരതത്തിന്റെ ശ്രീരാമന്റെ അഭൗമമായ, അതായത് ദിവ്യമായ ശക്തിയെ കുറിച്ച് കേവത്തിന് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ പോലും വിശ്വസിക്കൂ ഒരു കല്ലിൽ പാദധൂളി വീണപ്പം സ്ത്രീയായി മാറിയെന്ന്. പക്ഷെ ചോദ്യമില്ലാത്ത വിശ്വാസം, അതാണ് കേവത്തിനുണ്ടായിരുന്നത്. താനും രാമനും ഒരേ ജോലിയാണ് ചെയ്തതെന്ന് കേവത്ത് പറയുകയുണ്ടായി. അതിന്റെ സാരം എന്താണ്? രാമൻ രാജ്യത്തെ തോണി കടത്തി വിടുന്നു, അല്ല? അതെ അതെ. ജനങ്ങളുടെ പൊതുവെ തോണി കടത്തി വിടുന്നു. തോണിക്കാരൻ സമുദ്രം കടത്തി വിടുന്നു. അതെ, അതായത് രാമനും താനും. കേവത്ത് ഗംഗാനദിയിലെ തോണക്കാരനാണ്, ഭഗവാൻ സംസാര സാഗരത്തിന്റെ തോണിക്കാരനാണ്. രണ്ടുപേരും ഒരേ ജോലിയല്ലേ ചെയ്യുന്നത്. സീതാദേവി സമ്മാനിച്ച മോതിരം എന്തുകൊണ്ടാണ് വാങ്ങാതിരുന്നത്? സേവനമാണ്. സേവനത്തിന്റെ ഫലം സേവനം തന്നെയാണ്. അതെ. പിന്നെ ഒന്ന്, ശ്രീരാമന്റെ ദർശനത്തിലൂടെ ശ്രീരാമന്റെ അനുഗ്രഹം നേടി ഉള്ളത്, അതിനുള്ള അർഹത തനിക്കുണ്ടായി എന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അതിനപ്പുറം ഒരു സമ്മാനത്തിന്റെ ആവശ്യമില്ല. ഒരിക്കൽ കൂടെ ഇതേപോലെ തിരികെ തോണി കടത്തി വിടാനുള്ള അവസരം നൽകണം. തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിഫലം അതാണ്. അതുകൊണ്ട് മോതിരം സ്വീകരിച്ചില്ല. സായിരാം. അപ്പോ ശ്രീരാമനോട് തോണിക്കാരൻ എന്താണ് പറഞ്ഞത്? ഇത് തന്നെ ഇപ്പൊ പറഞ്ഞത് തന്നെ. ഒരു ചെറിയ അരുവി, അതായത് സംസാര സാഗരവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോ ഗംഗാനദിക്ക് ഒരു ചെറിയ അരുവിയുടെ സ്ഥാനമേ ഉള്ളൂ. ഒരു ചെറിയ അരുവി കടത്തേന് ഞാൻ അങ്ങിൽ നിന്നും കൂലി സ്വീകരിച്ചാൽ എല്ലാവരെയും സംസാര സാഗരം കടത്തിവിടുന്ന അങ്ങേക്ക്
കൂലിയായി എത്ര സംഖ്യയാണ് സ്വീകരിക്കേണ്ടി വരിക? അങ്ങ് ഒന്നും സ്വീകരിക്കുന്നില്ലല്ലോ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സന്ധ്യാവന്ദനം ചെയ്യുവാൻ ശ്രീരാമകൃഷ്ണൻ എവിടേക്കാണ് പോയത്? പ്രയാഗ. കറക്റ്റ്. 3 നദികളുടെ സംഗമസ്ഥാനമായ പ്രയാഗയിലേക്ക്. അപ്പൊ എല്ലാവരും വളരെ നന്നായിട്ട് ആൻസർ ഒക്കെ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. നല്ലപോലെ രാമായണവും രാമകഥ രസവാഹിനിയൊക്കെ വായിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദന സമസ്ത ലോക പറഞ്ഞോളൂ. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.